guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ്സ് റെസിപ്പിയാണ്. ലഞ്ച് ആയിട്ടോ ടിഫിൻ ബോക്സ് റെസിപ്പി ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് ബാച്ചിലർ എന്ത് വേണമെങ്കിലും വിളിക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി എഗ് ഫ്രൈഡ് റൈസ് ആണ്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. നമുക്കൊരു ഈസി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് നമുക്ക് ആദ്യം മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. എഗ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് നിലക്കടല എണ്ണ പീനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ പോകുന്നത്, ചിക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഒരു ചീനച്ചട്ടി മാതിരിയുള്ളൊരു വോക്കാണ് വെച്ചിരിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്കാണ്. ഇതിലേക്ക് ഞാൻ 5 മുട്ട ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ 2 പേർക്കുള്ള ഒരു അളവാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ട. ഞാൻ ബീറ്റ് ചെയ്യുന്നൊന്നുമില്ല, കാരണം നമുക്ക് ഇതിൽ തന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉപ്പ്, ഇതിലേക്ക് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നോക്കിയിട്ട് ആഡ് ചെയ്യുക, കാരണം നമുക്ക് അല്ലാതെയും ഇനിയും ആഡ് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കാം. ഒരുപാട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഞാൻ സ്ക്രാമ്പിൾ ചെയ്യുന്നില്ല, കുറച്ച് വലിയ പീസസ് ആയിട്ട് നമുക്ക് കാണുന്ന മാതിരിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. വലിയ ഗ്യാസിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് എപ്പോഴും വലിയ തീയിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഡ്രൈ ആയിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ മാറ്റിയിട്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഓൾറെഡി ഞാനിവിടെ റൈസ് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. റൈസിൻ്റെ അളവ് പറയാനാണെങ്കിൽ ഞാനിവിടെ 1 കപ്പ് അരിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി ഏകദേശം ഒരു കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് തുറന്ന് വെച്ചിട്ട് തിളപ്പിച്ചു. അതിനുശേഷം തീ കുറച്ച് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. കറക്റ്റായിട്ട് വെന്ത് വരും. ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും അരി വേവിക്കുന്നത്. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ആക്ച്വലി ബസ്മതി അരിയാണ്, പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അരി ചൂസ് ചെയ്യാം കേട്ടോ. ഫ്രൈഡ് റൈസിന് ഏറ്റവും ടേസ്റ്റും മണവും വരുന്നത് ജാസ്മിൻ റൈസാണ്. ശരിക്കും നമുക്ക് ഒത്തൻറ്റിക് സ്റ്റൈലിലുള്ള ആ ഒരു ഫ്ലേവറൊക്കെ വരണമെങ്കിൽ ജാസ്മിൻ റൈസിനാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു ഫ്ലേവർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മുട്ട സ്ക്രാമ്പിളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പൊടിയായിട്ട് അതിനെ സ്ക്രാമ്പിൾ ചെയ്തിട്ടില്ല, കാരണം നമുക്ക് അരിയുടെ ഒപ്പം അതിനെ ഒന്നിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്യാം. ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. വീണ്ടും ഒരു 1-2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് മതി, ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, അപ്പം അതും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം ഒന്ന് ഇളക്കി എടുക്കുകയാണ്. എണ്ണയിൽ നന്നായിട്ടൊന്ന് കോട്ടായിട്ട് വരണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ആഡ് ചെയ്യുക. നമ്മളിതിൽ സോയ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാണ് നല്ലത്. അതേമാതിരി വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുകയാണ് എരിവിനനുസരിച്ചിട്ട്. 1 ടീസ്പൂണോളം വൈറ്റ് പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാൻ ഫ്ലെയിം കൂട്ടുകയാണ്, കാരണം ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അതാണല്ലോ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മളിനി സോസൊക്കെ ഒഴിക്കുന്ന സമയത്ത് ഇത് നന്നായിട്ട് സിസിൽ ചെയ്യണം, അതാണ് നമ്മുടെ പാകം. കട്ട വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി കുറച്ച് ഗ്രീൻ പീസ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കുറച്ച് പാത്രത്തിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
അതേമാതിരി തന്നെ ആ ഗ്രീൻ പീസ് വേവിച്ച വെള്ളത്തിൽ തന്നെ ഞാൻ തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 1/2 കപ്പോളം ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഏകദേശം 1 കപ്പോളം വരും, 1/4 കപ്പോ 1 കപ്പോളം വരും. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കാം. കാരണം ഇനി ഇത് വേവാനോ ഒന്നുമില്ല, ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ എല്ലാം ഇട്ടിട്ട് ഇളക്കുക മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ്റെ തന്നെ ഗ്രീൻ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പകുതി ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഡെക്കറേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, എല്ലാം ഒട്ടാതെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാണ് കേട്ടോ, ഇപ്പോൾ രാത്രിക്ക് ഉണ്ടാക്കുന്നത്. ഇതെൻ്റെ ഡിന്നറാണ് ഞാൻ കാണിച്ചിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഞാൻ പറഞ്ഞ പോലെ കട്ടകൾ വല്ലതും ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഈ തവി വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസത്തെ അരിയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. സോയാ സോസ് 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതുമാതിരി 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ മസ്റ്റായിട്ട് ആഡ് ചെയ്യണം, അതാണ് അതിൻ്റെ ഫ്ലേവർ തരുന്നത്. ഒരു 1/4 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലേവർ പോരാൻ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണയും സോയാ സോസിൻ്റെയും ഫ്ലേവർ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാം ഒന്ന് കോട്ട് ചെയ്യാം. ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് ഇടുകയാണ്. ഇനി നമ്മൾ നേരത്തെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കട്ടയൊക്കെ ഉടച്ചിട്ട് ഇതിൽ സ്ക്രാമ്പിൾഡ് എഗ്ഗിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതിൻ്റെ ഒപ്പം യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് എല്ലാവിടേക്കും ആ സോസും നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്പ്രിംഗ് ഓനിയൻസ് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് ഓരോ വായി കഴിക്കുമ്പോഴും നമുക്ക് ആ എഗ് ബൈറ്റ് കിട്ടുന്നതാണ്. കാരണം ഒരുപാട് ചെറിയ ചെറിയ പീസസ് ആയിട്ടല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. മുട്ട കഴിക്കാനും കിട്ടും, എന്നാൽ ബാക്കിയുള്ള വെജിറ്റബിൾസും ഒക്കെ കിട്ടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, ഒരു 10 മിനിറ്റ് മതി, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാൻ ഒരു 10 മിനിറ്റ് മതി. ഇതിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 20-25 മിനിറ്റ്സിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാനിത് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ആരോ വന്നു നോക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാൻ ഇവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സ്പ്രിംഗ് ഓനിയൻ മേലെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.